കരിയറുമായിട്ട് ബന്ധപ്പെട്ടൊരു ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു ടീച്ചർ ആവുന്ന വ്യക്തി അയാളുടെ എൻറ്റയർ ലൈഫിൽ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഡോക്ടർ ആവുന്ന വ്യക്തി അയാളുടെ ലൈഫിൽ, അയാളുടെ പ്രൊഫഷണൽ ലൈഫിൽ എപ്പോഴും ഡോക്ടർ ആയിരിക്കും, അല്ലെ? ഈ ടീച്ചർ ആവേണ്ട വ്യക്തി ഡോക്ടറായി മാറിയാലും, ഈ ഡോക്ടർ ആവേണ്ട വ്യക്തി ടീച്ചറായി മാറിയാലും ചിലപ്പോൾ അവരുടെ പ്രൊഫഷണൽ ലൈഫ് അത്ര സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ടില്ല. അപ്പോൾ അവിടെയാണ് നമുക്കൊരു എക്സ്പേർട്ട് സേവാനും അല്ലെങ്കിൽ കറക്റ്റ് ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ഒപ്പീനിയൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാവും. ഈ വർഷം നമുക്ക് വന്നൊരു കൗൺസിലിംഗ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. കുട്ടി സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് ബിടെക് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്ത സമയത്താണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുട്ടി റിയലൈസ് ചെയ്തു, എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ കോഴ്സ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നത്. ദെൻ ആ കുട്ടി നമ്മുടെ അടുത്ത് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടു. പാരൻസിനെ കൂട്ടിയാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു കൗൺസിലിംഗ് ക്ലാസ് കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഈ ബിടെക് കൂടെ ഡ്രോപ്പ് ചെയ്യാണ്, എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള, എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൗൺസിലിംഗ് ക്ലാസ്സിലൂടെ BBA കോഴ്സ് എടുത്തു. ആ കുട്ടി ബിടെക് അവിടെ ഡ്രോപ്പ് ചെയ്ത് ഈ വർഷം ഫസ്റ്റ് ഇയർ ആയിട്ട് BBA കോഴ്സ് പഠിക്കാൻ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ തീരുമാനം എടുത്ത കുട്ടിയെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അതിന് സപ്പോർട്ട് ചെയ്ത ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. അല്ലെങ്കിൽ എൻറ്റയർ ലൈഫിൽ ഒരു ബേർഡൻ പോലെ ആ കുട്ടിക്ക് താല്പര്യമില്ലാത്തൊരു പ്രൊഫഷനായിട്ട് ലൈഫ് മുന്നോട്ട് പോകേണ്ടി വന്നിട്ട്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് കറക്റ്റ് കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.